ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഷുഗർ ലെവലൊക്കെ നോർമലായിട്ട് കൊണ്ടുവരാൻ റാഗി വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഡയബറ്റിക് ആയിട്ടുള്ളവർ അന്നജമൊക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള റാഗി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയൊന്നും വഴറ്റാതെ വേഗത്തിൽ തന്നെ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പി കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റാഗി പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. നമ്മൾ ഒന്നുകിൽ റാഗി വാങ്ങിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയിലൊക്കെ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് കുതിരാൻ വെക്കുക. കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴേക്കും നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും. നമുക്ക് റാഗി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. റാഗി നമ്മൾ കുതിർത്ത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുത്തത്. റാഗി കുതിരാനുള്ള സമയം. പൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ റാഗി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ വാങ്ങിയിരിക്കുന്ന ഈ റാഗിയിൽ ഒരഴുക്കും പോലും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കാൻ പാടില്ല. മുന്നേയൊക്കെ നമ്മൾ റാഗി വാങ്ങിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ഒരു 3 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റാഗി അരച്ച് കുറുക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ ദോശ, ഇഡ്ഡലി, പുട്ട് ഒക്കെ ആയിട്ട് റാഗി കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അരച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ അരയ്ക്കുന്ന സമയത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. കാരണം ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഷുഗറിൻ്റെ അസുഖമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ഒരു പാകമാണ്. ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ഇത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് ഈ മാവ് പുളിച്ച് വന്നിട്ടുണ്ടെന്ന്. ഇത് നന്നായിട്ട് കലക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. റാഗിയുടെ ഗുണങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ആഹാരത്തെ ദിവസവും റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ഷുഗർ രോഗികൾക്കൊക്കെ റാഗി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവി മാവോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ അപ്പത്തിൽ നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. റാഗി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റാഗി കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് നമുക്ക് ഇത്രയും സോഫ്റ്റായിട്ട് അപ്പം കിട്ടിയത്. ഇനി ബാക്കി മാവും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമുക്കിത് ദോശപ്പാനിലും ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ അപ്പത്തിൻ്റെ പാത്രത്തിൽ ചുട്ടെടുത്തുകൊണ്ട് നമുക്ക് ആ സെൻറ്റർ ഭാഗം നന്നായിട്ട് പൊങ്ങി കിട്ടും.
ദേ ഇപ്പം മാവൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ ഇതാ ഇപ്പം ഇത് നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ്. കുട്ടികൾക്കായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈസ്റ്റൊക്കെ ചേർക്കാറുണ്ട്. നമുക്ക് ഇതൊന്നും ചേർക്കേണ്ടി വന്നില്ല ഇതിലേക്ക്. റാഗിയിൽ നല്ല അളവിൽ തന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആയവർക്കും കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഒരുപാട് വെയിറ്റ് ഉള്ളവർക്കും ഒക്കെ റാഗി കഴിക്കാം. നമ്മളിപ്പോൾ റാഗി അരച്ചെടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. ദിവസവും നമുക്ക് റാഗി കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് അപ്പമായിട്ടോ പുട്ടായിട്ടോ ദോശയായോ ഇഡ്ഡലിയായോ സൂപ്പായോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഈസിയായും ഹെൽത്തിയായുള്ള റാഗി അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എളുപ്പത്തിലൊരു കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അത് ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഈ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറി കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ഗ്രാമ്പുവും 2 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് അധിക സമയമൊന്നും എടുക്കില്ല. നമുക്ക് കിഴങ്ങുകറി പോലെ തന്നെ മുട്ട വെച്ചിട്ടും ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊട്ടറ്റോ ആണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ 1 പൊട്ടറ്റോ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലെ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാടങ്ങ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പിലും താഴെയാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ദാ ഇത് കണ്ടില്ലേ, ഇപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നമുക്ക് കുക്കറിൽ ഏകദേശം ഒരു 2 വിസിൽ മാത്രം മതി. ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഉള്ളി വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റാഗി കൊണ്ടുള്ള അപ്പവും കിഴങ്ങ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.